പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ കോഴിക്കോട് ചാലപ്പുറത്തുണ്ടായ ഒരു സംഭവമാണ്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഒരു പെൺകുട്ടിയെ, 16 വയസ്സുള്ള പെൺകുട്ടിയെ, 2 അന്യസംസ്ഥാന തൊഴിലാളികളാണ്, ബീഹാർ സ്വദേശികളാണ്. അവർ കയറി പിടിക്കുകയും ചെയ്ത് അവർ എടുത്തോണ്ട് പോയി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പെൺകൊച്ച് ഭാഗ്യം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കുതറി രക്ഷപ്പെട്ടു ഓടിയ ഒരു കാഴ്ചയാണ് ഇത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കോട്ടയത്ത് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായതാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ്. കോട്ടയത്ത് പൂവന്തൂരത്തിൽ അച്ഛനും മകളും കൂടെ നടന്നു പോയപ്പം ആ അച്ഛന്റെ കൂട്ടത്തിൽ നിന്ന് ആ പെൺകൊച്ചിനെ എടുത്തുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച അത് ആസാം സ്വദേശിയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു നാട്ടിൻപുറങ്ങളിലൊക്കെ പലതും നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്ന സംഭവങ്ങളൊന്നും മാനക്കേടും അതുപോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആൾക്കാർ വെളിയിൽ പറയാത്തതാണ്. ഇവരെ കൊണ്ട് പുറതി മുട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളം. അതുപോലെ ബീഹാർ സ്വദേശിയായ 36 വയസ്സുള്ള ഫൈസൽ അൻവർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രതി. രണ്ടാമത്തെ പ്രതിക്ക് 18 വയസ്സുള്ള ഹിമാനലി എന്ന് പറയുന്നതാണ്. ഈ 2 പേരുമാണ് ആ പ്രതികൾ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അപ്പൊ ഇവരെ നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് പിടിച്ചു. ആ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് നടത്തിയപ്പോഴത്തേന് അവരുടെ സിമെന്റ് പണിക്കാരാണ്. അവരുടെ സിമെന്റ് പറണ്ട ചെരുപ്പുകളും എല്ലാം ഇവിടെ നിന്ന് കണ്ടെടുത്തു. അതുകൊണ്ട് ഇവരെ പ്രതികളെ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്ത് ഈ പ്രതികളെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവനൊന്നും ഒരു കാരണത്തെ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ഇവന്മാരുടെയൊക്കെ ഏറെക്കുറെ മുഖ ഷേപ്പൊക്കെ ഏറെക്കുറെ ഒരുപോലെയൊക്കെയാണ്. ഒരു തിരിച്ചറിയപ്പെടൽ നടത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇതാണ് ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ. ആ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. അതിന്റെ പുറകെ അവനും വരുന്നുണ്ട്. അതുപോലെ വേറെ ഒരുത്തൻ അതിലെ സൈഡിൽ കൂടെ നടന്നും പോകുന്നുണ്ട്. കണ്ടോ, നമ്മുടെയൊക്കെ നാട്ടുകളിൽ കുട്ടികൾ എങ്ങനെ സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ കഴിഞ്ഞ ദിവസം തിരുവാതിരക്കുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. ചോറ് കൊടുത്ത് കൈക്ക് തന്നെയാണ് കടിച്ചിരിക്കുന്നത്. ആ കടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോടാലി എടുത്ത് തല അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുമ്പം ഇവരുടെയൊക്കെ ക്രിമിനൽ മനോഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തിരുവഞ്ചൂർ അവിടെ നടന്നത് ചോറ് കൊടുത്ത കൈക്ക് തന്നെയാണ്. അതും മൃഗീയമായ കൊലപാതകമാണ്. അതുപോലെ നമുക്കറിയാം ഗോവിന്ദച്ചാമി, അതുപോലെ സൗമ്യ കൊലക്കേസ്, അങ്ങനെ ഒരുപാട് എണ്ണം. പിന്നെ തെളിയിക്കപ്പെടാതെ എന്തുമാത്രമാണ്. അതുപോലെ ഈ അടുത്തിടെ കോട്ടയത്ത് പിടികൂടിയ ഒരുപാട് കഞ്ചാവ് കേസ് മുഴുവൻ ഈ ആസാം സ്വദേശികളാണ് ട്രെയിനിൽ കൊണ്ടിരുന്നതാണ്. അതുപോലെ ഇപ്പൊ ഈ കാലത്ത് നടക്കുന്ന ഒരുപാട് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതും ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷെ ഇവർക്കൊക്കെ നിയമത്തിന്റെ പരിരക്ഷ കൊണ്ട് ഇവരെല്ലാം വീണ്ടും കുറച്ചു നാളൊക്കെ അകത്ത് കിടക്കുന്നു. വീണ്ടും നമ്മുടെ ആൾക്കാർ തന്നെ ഇവരെ ജാമ്യത്തിൽ ഇറക്കുന്നു. വീണ്ടും സുഖമായിട്ട് പുറത്തോട്ട് നടക്കുന്നു. നമ്മുടെയൊക്കെ കൊച്ചു കേരളത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു തന്റേടവും അതുപോലെ പലയിടത്തും ഇതുപോലെ ഇവർ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പായിപ്പാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ മലയാളികൾ ശബ്ദം ഉയർത്താൻ പോലും പറ്റുമല്ലാത്തൊരു അവസ്ഥയായിരിക്കുക. പായിപ്പാട് 4 കോടി, അതുപോലെ പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അവരുടെ ഒരു ഇതായിട്ട് സംസ്ഥാനമായിട്ട് അവരങ്ങ് കരുതിയിരിക്കുകയാണ്. ആ രീതിയിലാണ്. അതുപോലെ ട്രെയിനെ യാത്ര ചെയ്ത ഇവന്മാരുടെ ശല്യം എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും അതിഥികളെന്ന് വിളിച്ച് ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും?